സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് AI ഫോട്ടോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ChatGPT വഴിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് നമുക്കൊരു പ്രോംപ്റ്റ് ആവശ്യമുണ്ട്. ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന എല്ലാ എഡിറ്റിങ്ങിൻ്റെയും പ്രോംപ്റ്റുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ChatGPT ഓപ്പൺ ചെയ്തു, നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തു. ഞാനിപ്പോൾ ചെയ്യുന്ന പ്രോംപ്റ്റ് ബ്രസീലിൻ്റെതാണ്. അപ്പോൾ അതിൽ നമുക്ക് അർജൻറ്റീനയോ അല്ല ഫ്രാൻസോ ആണോ വേണ്ടതെങ്കിൽ നമുക്ക് ആ ബ്രസീൽ എന്ന് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അത് മാറ്റി പകരം ഫ്രാൻസോ അർജൻറ്റീനയോ ഏതാണെന്ന് വെച്ചാൽ അതിൽ കയറ്റാം. അതേപോലെ തന്നെ നമുക്കിവിടെ നെയിം, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന നെയിം മാറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള നെയിം അവിടെ സെലക്ട് ചെയ്യുക. ജേഴ്സി നമ്പർ വേണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കളർ കോമ്പിനേഷൻ ഉണ്ട്. ബ്രസീലിൻ്റെതാകുമ്പോൾ ഇവിടെ യെല്ലോ ഗ്രീനാണുള്ളത്. പിന്നെ അർജൻറ്റീനയാണെങ്കിൽ അവിടെ ബ്ലൂ ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ ബ്രസീലാണെങ്കിൽ യെല്ലോ ആൻഡ് ഗ്രീന്. അത് അങ്ങനെ ഇഷ്ടമുള്ള കളർ നമ്മളവിടെ സെലക്ട് ചെയ്ത് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നു. ഈ ഫോട്ടോ തന്നെ ആഡ് ചെയ്തു. അതിൽ തന്നെ നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തു. ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഫ്രാൻസിൻ്റെതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തിയിട്ട് നമുക്കിഷ്ടമുള്ള ടീമിൻ്റെത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഫ്രാൻസിൻ്റെ ഫോട്ടോ നമുക്കിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, അടിപൊളി. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മോഡൽ നോക്കാം. അതിൽ ഇതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തു. ഇതിപ്പോൾ അർജൻറ്റീനയുടെ ഒരു പ്രോംപ്റ്റാണ് ഇവിടെ ഉള്ളത്. അത് നമുക്കിഷ്ടമുള്ള ഇവിടെ അർജൻറ്റീന എന്നുള്ള എടുക്കുക. നമുക്കിഷ്ടമുള്ള ടീമിൻ്റെ പേര് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ജേഴ്സിയുടെ കളേഴ്സ് ഉണ്ടാവും. അതും നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റി കൊടുക്കുക. ഇവിടെ ടൈറ്റിൽ കളേഴ്സാണ് യെല്ലോ റെഡ് എന്നുള്ളത്. അത് കൊടുത്തു. നമ്മുടെ പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ നോക്കുകയാണെങ്കിൽ ഞാനിതിപ്പോൾ ഒരു ബ്രസീലിൻ്റെതാണ്. ഇവിടെ ഞാനിപ്പോൾ അത് മാറ്റി പോർച്ചുഗൽ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഈ ബ്രസീൽ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ് നമ്മൾ മാറ്റി അത് പോർച്ചുഗൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ പേര് നമുക്ക് ആവശ്യമുള്ള പേര് മാറ്റി ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ ഇവിടെ ബ്രസീലിൻ്റെതായതുകൊണ്ട് യെല്ലോ ഗ്രീനാണുള്ളത്. അത് മാറ്റി പോർച്ചുഗൽ ആകുമ്പോൾ റെഡ് ആൻഡ് ഗ്രീൻ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ChatGPT അല്ലാതെ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ജെമിനി വഴിയും ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ജെമിനിയിൽ കൂടുതലും നമ്മുടെ ഫേസ് അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. ചിലപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു പ്രശ്നം ജെമിനിയിൽ കാണുന്നുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ചെറിയ കുട്ടികളുടെ ഫോട്ടോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ പോളിസിക്ക് എതിരാണ് എന്ന് പറഞ്ഞ് കൂടുതലും അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.